എല്ലാവർക്കും KCK ചാനലിലേക്ക് സ്വാഗതം. ഹലോ ഗായ്സ്, ഇതെൻ്റെ ആദ്യത്തെ ഫുൾ വീഡിയോ ആണ്. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീടും പരിസരങ്ങളുമാണ്. ഹലോ ഗായ്സ്, ഇത് ഒരു ഹോം ടൂറാണ്. ഇതാണ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചിക്കുമരം. ഒരൊറ്റക്കായും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. എല്ലാ അണ്ണാറക്കണ്ണന്മാർ തിന്നുകൊണ്ട് പോവുകയാണ്. അവർക്കും ജീവിക്കണ്ടേ. ഇതെല്ലാം ചെറിയ ചെറിയ ചെടികളാണ്. ഇതെല്ലാം കാശ് കൊടുത്ത് വാങ്ങിയ ചെടികളാണ്. ഇത് കാശ് കൊടുക്കാതെ വാങ്ങിയ ചെടികളാണ്. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നു. ഇതുവരെയും കായ്ച്ചിട്ടില്ല. നീരാളിക കൈകൾ പോലെ നീണ്ടു പോയിട്ടുണ്ട്. പക്ഷേ ആൾ ഇതുവരെയും കായ്ച്ചിട്ടില്ല. കായ്ക്കാത്ത ഡ്രാഗൺ ഫ്രൂട്ടാണെന്ന് തോന്നുന്നു. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു പൂന്തോട്ടം. ഈ പൂ, ഇത് ഞങ്ങളുടെ തെച്ചിപ്പൂവ്, ഇത് ഞങ്ങളുടെ ഒരു മാവും തൈയാണ്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഗേറ്റ്. ഇതാണ് എൻ്റെ വീടിൻ്റെ എൻട്രൻസ്. ഈ കാണുന്നത് എൻ്റെ അയൽവാസിക്ക് വേണ്ടി ഒരു വാഹനം വന്ന് മണൽ വെക്കാൻ വേണ്ടി അവർ ചെയ്ത പണിയാണിത്. ഇതാണ് റോഡരികിൽ നിൽക്കുന്ന 1 മീറ്റർ പയർത്തോട്ടം. ഇത് ഞങ്ങൾ ഇപ്പോൾ അടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. എന്നാലും വീട്ടാവശ്യത്തിനുള്ള പയർ ഇതിൽ നിന്ന് ധാരാളമായിട്ട് പറിക്കുന്നുണ്ട്. യാതൊരു വിധമായ പോയിഷനുമില്ല. യാതൊരു മാരക വിഷങ്ങളും അടിക്കാത്ത ഒറിജിനൽ പയറാണ്. പക്ഷേ ആർക്കും തരാനില്ല. ഇതാണ് എൻ്റെ വീടിൻ്റെ റോഡിൽ നിന്നുള്ള പോസ്റ്റിലാണ്. ഇത് ഞങ്ങളുടെ ബാംബൂസാണ്. എന്തുകൊണ്ടും പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ ഒരു വീടാണ് എൻ്റേത്. പ്രകൃതി സൗന്ദര്യം വളരെയധികം ആസ്വദിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ താമസിക്കുന്നത് ഒരു മലയോര പ്രദേശവുമാണ്. അതിനോടനുബന്ധിച്ച് കാടുകളും വനങ്ങളുമുള്ള വഴിയോരങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഉൾഭാഗത്തേക്കുള്ള മറ്റൊരു വ്യൂ. ഇതും പ്ലാവുകളും തെങ്ങുകളും ഫലപുഷ്ടമായ പുളികളും എല്ലാം നിറഞ്ഞൊരു ചെറിയ കൊച്ചു വീടാണ്. എന്തുകൊണ്ടും പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നൊരു ജീവിതമാണ് ഞങ്ങളത്. പണ്ട് ഞങ്ങളുടെ വീട് 4 പുറത്തും പുഴയാൽ ചുറ്റപ്പെട്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ 4 ഭാഗങ്ങളിലും പാലമൊക്കെ വന്നതുകൊണ്ട് യാതൊരു വിധമായ പ്രശ്നങ്ങളുമില്ല. പണ്ട് ഒരു ദ്വീപിലായിരുന്നു ഞങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് അയൽവാസിക്ക് വേണ്ടി പാറ ഇറക്കിയിട്ടുണ്ട്. തൊട്ട അയൽവാസികളാണ്. അവർക്ക് വീട് വെക്കാൻ വേണ്ടി കരിങ്കല്ലുകൾ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗം റോഡിലേക്ക് വന്നിട്ടുണ്ട്. ഏതാണ്ട് നാളത്തേക്ക് പണി തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വീടിൻ്റെ പ്രകൃതി. ഇതെൻ്റെ സഹോദരൻ്റെ വീടാണ്, അനുജൻ്റെ വീടാണ്. അനുജൻ്റെ വീടും എൻ്റെ വീടും ഒരു മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ്. ഇതാണ് എൻ്റെ വാഹനം. ഏതാണ്ട് 2015 ഞാൻ ഈ വാഹനം വാങ്ങുന്നത്. എന്നേക്ക് 11 വർഷത്തോളമായി ഈ വാഹനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. വേഗനറാണ്. ഇത് എൻ്റെ മകളുടെ വാഹനമാണ്. ഇതെൻ്റെ മകളുടെ വാഹനമാണ്. ഇത് 2013 ഹോണ്ടയാണ്. ഹോണ്ട സിറ്റി. ക്ഷമിക്കുന്ന വയസ്സ് ഹമേഷാണ്. ഹോണ്ട ഹമേഷാണ്. ഇതെൻ്റെ അനുജൻ്റെ വീട്ടിലാണ് ഇപ്പോൾ വണ്ടി ഇട്ടിരിക്കുന്നത്. കാരണം എൻ്റെ മതിൽ അയൽവാസി വണ്ടി കയറ്റി കൊടുത്തതിൻ്റെ പേരിൽ തൽക്കാലത്തേക്ക് അനുജൻ്റെ വീട്ടിലിരിക്കുന്നു. അനുജൻ്റെ പൂന്തോട്ടങ്ങളും ആണിത്. ഇതെൻ്റെ വീട്ടിൽ നിന്നും പോകുന്ന റോഡ് നേരെ പുഴയിലേക്കാണ് പോകുന്നത്. ഈ റോഡ് കുറച്ച് ദൂരം, ഏതാണ്ട് 1 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ഈ റോഡ് മുപ്പാലിപ്പൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും കൊണ്ട് അവസാനിക്കുന്നതാണ്. ഏതാണ്ട് കരിമ്പുഴയിലും പുന്നപ്പുഴയും ചേരുന്ന ഒരു സംഗമ സ്ഥലമാണ് ഈ റോഡിൻ്റെ അവസാനം. ഇത് എൻ്റെ അനുജൻ്റെ റബ്ബറും തോട്ടം. എൻ്റെ ജോലി ടാപ്പിങ്ങാണ്. രാവിലെ ഏതാണ്ട് 6 മണി, 5:45, 6 മണിക്ക് എണീക്കും. ടാപ്പ് ചെയ്യും, പാലെടുക്കും, ഉറയൊഴിക്കും. ഏതാണ്ട് 12 മണിയോട് ഷീറ്റടിച്ച് ആ ഒരു ദിവസം അങ്ങനെ അവസാനിക്കും. മഴയായതുകൊണ്ട് ഇപ്പോൾ
വെട്ട് വളരെ പ്രയാസമേറിയൊരു കാര്യമാണ്. ഏത് സമയത്താണ് മഴ എന്ന് അറിയാൻ കഴിയുന്നില്ല. കുറച്ച് ഭാഗം പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഭാഗം പ്ലാസ്റ്റിക് ഇടാത്തതാണ്. ഇതാണ് എൻ്റെ റബ്ബറും തോട്ടം. ഇത് ഏതാണ്ട് 1 ഏക്കറും ചില്ലറയുണ്ട്. ഇതാണ് ഞാൻ രാവിലെ എണീച്ച് വെട്ടുന്നതും പാലെടുക്കുന്നതുമായ എൻ്റെ റബ്ബർ മരം. ഇവിടെ ലോകേഷ്, ഇവിടെ ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. ബാക്കി ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയുടെ ചുങ്കത്തറ പഞ്ചായത്തിൻ്റെ പള്ളിക്കുത്ത് ഭാഗത്തേക്ക് വന്നിട്ട് ഏതാണ്ട് 55 വർഷത്തോളമായി. എനിക്കിപ്പോൾ 60 വയസ്സുണ്ട്. ഞാൻ എൻ്റെ 5-ാമത്തെ വയസ്സിലാണ് കോട്ടയത്തു നിന്നും ഞങ്ങൾ ഇവിടേക്ക് പറിച്ചു നടപ്പെട്ടത്. ഇവിടെ ഈ നല്ല സ്നേഹത്തിൻ്റെയും ലാളനയുമായ മലപ്പുറം ജില്ലയിൽ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. പന്ത് കളിയുടെയും വണ്ടിപ്രാന്തന്മാരുടെയും മലപ്പുറം ജില്ലയിലേക്ക് എനിക്ക് വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ഇനിയും ഒരു 100 വർഷം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഒത്തൊരുമയും എല്ലാം ഇതിനകത്തുണ്ട്. ഇവിടെ യാതൊരുവിധമായ ചേരിതിരിവുകളുമില്ല. എല്ലാവരും ഇണങ്ങിച്ചേർന്നൊരു സ്ഥലമാണ് ഞങ്ങളുടെ ചുങ്കത്തറ പഞ്ചായത്തിന് പള്ളിക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ ഈ പള്ളിക്കുത്തിൽ കാവലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെ ഉള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങളെ കാണിക്കുന്നതാണ്. ഇതാണ് എൻ്റെ ഊഞ്ഞാൽ. എൻ്റെ മകന് വേണ്ടി, കൊച്ചുമകന് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയ ഒരു ഊഞ്ഞാലാണ്. വേറെ ഇപ്പോൾ പഴയ പോലെ ഓണം വന്നാൽ മാവയൊന്നും വീടിൻ്റെ മുറ്റത്തില്ലാത്തതുകൊണ്ട് തൽക്കാലം ഈ ഊഞ്ഞാലിൽ ആടി അവർ സന്തോഷിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഊഞ്ഞാൽ നിർമ്മിക്കുന്നത്. ഇനി വീടിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് പോയാൽ അവിടെയും ഒരു അയൽവാസി താമസിക്കുന്നത്. അതിനോട് ചേർന്ന് അവരുടെ റബ്ബറും തോട്ടമാണ് അടുത്തുള്ളത്. ഇതാണ് ഞങ്ങളുടെ പുകപ്പര, അതായത് ഷീറ്റ് ഉണക്കുന്ന ഒരു പുരയാണിത്. അതിന് പുകപ്പര എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഷീറ്റ് പുകയ്ക്കുന്നുണ്ട്. അതാണ് പുക പൊന്തി വരുന്നത്. ഇതാണ് എൻ്റെ ഒരു ഏത്തക്കൊല. ഏതാണ്ട് 1 വർഷത്തോളമായി ഇദ്ദേഹത്തെ വെച്ചിട്ട്. ഇപ്പോഴാണ് ഇദ്ദേഹം ഒന്ന് കൊലച്ച് കാണാൻ കഴിഞ്ഞത്. ഏതാണ്ട് 10 മാസത്തോളമായി ഇദ്ദേഹം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അത് വേനൽക്കാലത്ത് വെച്ചതുകൊണ്ട് താമസിച്ചാണ് അദ്ദേഹം കായ്ച്ചു തുടങ്ങിയത്. നേരത്തെ ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടായി. അത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള വന്നാണ്. ഇതാണ് ഞങ്ങളുടെ റാട്ടപ്പുര ഷീറ്റടിക്കുന്ന മെഷീനാണിത്. ഇതിന് റാട്ടപ്പുര എന്ന് പറയാറുണ്ട്. ഞങ്ങളോട് റാട്ടപ്പുര എന്നാണ് പറയുന്നത്. ഷീറ്റടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതാണ് എൻ്റെ വീടിൻ്റെ പിൻഭാഗം. ഇതാണ് ഞങ്ങളുടെ കിണർ. 2015 നിർമ്മിച്ചതാണ്. ഇപ്പോൾ അത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഭയങ്കരമായ കൊടിയ വേനലിലാണ് ഈ കിണർ ഞാൻ കുടിക്കുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള പേരമരമാണ്. നിറച്ച് പ്ലാസ്റ്റിക് കവർ തൂക്കിയിട്ടുണ്ട്. പേരയ്ക്ക ഒരെണ്ണം പോലും നമുക്ക് കിട്ടുന്നതല്ല. സകല പേരയ്ക്കയും വാവലും കിളികളും തിന്ന് അവർ വിശപ്പടക്കുന്നു. നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ എങ്കിലും കുറച്ച് ഞങ്ങൾക്ക് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പ്ലാസ്റ്റിക്കുകളൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ഇതാണ് എൻ്റെ വീടിൻ്റെ ഉൾഭാഗം. ഇത് ഞങ്ങളുടെ ഹാൾ ഏരിയയാണ്. ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ. ഇതാണ് മുകളിലേക്കുള്ള വഴി. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. അത് ഇതെൻ്റെ മറ്റൊരു റൂമാണ്. ഇതാണ് എൻ്റെ മൂത്ത മകൾ. മകൻ, വൈഫും. അവർ രണ്ടാളും ഇപ്പോൾ സ്ഥലത്തില്ല. ഒരാൾ യൂറോപ്പിലാണ്, മകൾ സൗദി അറേബ്യയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അയ്യുവാച്ചൻ, മൂത്ത മകൻ്റെ കുട്ടിയാണ്. പേര് ഒരാളേ ഉള്ളൂ. ഇതാണ് എൻ്റെ മൂത്ത മകനും ഭാര്യയും. മകൻ ദുബൈയിലാണ്, മകൾ ഹൗസ് വൈഫായിട്ട് ജോലി ചെയ്യുന്നു.
വീട്ടിൽ തന്നെ ഉണ്ട്. ഇതാണ് എൻ്റെ കൊച്ചുമകൻ്റെ വണ്ടി. മോൻ അയച്ചു കൊടുത്തതാണ്, എൻ്റെ മോനെ അയച്ചു കൊടുത്തതാണ്. ഇപ്പോൾ അവരാണ് സവാരി ചെയ്യുന്നത്. പുറത്തേക്ക് ഇറക്കാറില്ല. ഞാൻ പെരക്കകത്തിട്ട് പുറത്തിറങ്ങിയ വികൃതിയാണ്. പുറത്തേക്ക് ഇറക്കാറില്ല. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മ. ഞങ്ങളെ വിട്ടു വെച്ചിട്ട് ഇന്നേക്ക് 4 വർഷമായി. ഹലോ, ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഇതാണ് എൻ്റെ വീടിൻ്റെ ചരിത്രങ്ങൾ. അതുകൊണ്ട് ഇനിയും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഓക്കെ.